Hi, welcome you all for a new topic for the CUT examination, that is pollination. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന ഗംഭീരമായ ചാപ്റ്ററിലെ ഏറ്റവും മനോഹരമായ ഒരു ടോപ്പിക്കാണ് പോളിനേഷൻ. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം നമുക്ക് 6-ലധികം ചോദ്യങ്ങൾ CUT-ലെ ഒരു എക്സാമിനേഷന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പോളിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാമിനേഷൻ. അപ്പൊ നമുക്ക് പോളിനേഷൻ എന്താണെന്നും പോളിനേഷന് സഹായിക്കുന്ന ഏജൻസ് ഏതൊക്കെയാണെന്നും ഏതൊക്കെ ടൈപ്പ് പോളിനേഷൻ ഉണ്ടെന്നും ഒന്ന് ചെക്ക് ചെയ്താലോ. ലെറ്റ്സ് ഹാവ് പോളിനേഷൻ. നോക്കൂ, പോളിനേഷൻ എന്ന് പറയുമ്പം ഒരു മെയിൽ പ്ലാന്റിൽ നിന്നും ഫീമെയിൽ പ്ലാന്റിലേക്ക്, മെയിൽ ഫ്ലവറിൽ നിന്നും ഫീമെയിൽ ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസ് പോകുന്നതിനെയാണ് ഈ പോളിനേഷൻ. അത് വിൻഡ് വഴി വേണമെങ്കിൽ വരാം, ഇൻസെക്ട് വഴി വേണമെങ്കിൽ വരാം, മറ്റേതെങ്കിലും ഒരു ഏജൻസി വഴി വേണമെങ്കിൽ പോകാം, തന്നെ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പൊ ഇതാണ് മക്കളെ പോളിനേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ. അപ്പൊ പോളിനേഷന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാം. അപ്പൊ പോളിനേഷന്റെ ഡെഫിനിഷൻ എപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടാവണം. ട്രാൻസ്ഫർ പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. ഇനി നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ ടൈപ്പ് പോളിനേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറയും, പോളന്റെ സോഴ്സിനെ ബേസ് ചെയ്തിട്ട്, എവിടെ നിന്നാണ് വരുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്സ് ഓഫ് പോളിനേഷൻ ആർ പ്രസന്റ്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കിയാലോ. സോ പോളിനേഷൻ 3 ടൈപ്പ് നമ്മൾ പറയും. ഏറ്റവും ആദ്യം പറയുന്നത് ഓട്ടോഗാമി. ഇതാണ് മക്കളെ ആദ്യത്തെ ടൈപ്പ് പോളിനേഷൻ. രണ്ടാമത്തെ ടൈപ്പാണ് ഗൈറ്റണോഗാമി. മൂന്നാമത്തെയാണ് സീനോഗാമി. ഇങ്ങനെ 3 ടൈപ്പ് പോളിനേഷനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതിൽ ആദ്യത്തെ നോക്കാം. ഓട്ടോഗമി എന്ന് പറയുന്നത് ഒരൊറ്റ പ്ലാന്റിൽ നടക്കുന്ന പോളിനേഷൻ ആണ്. ഒരൊറ്റ പ്ലാന്റിൽ നടക്കുന്ന പോളിനേഷനിൽ എന്താണ് പെക്യുലാരിറ്റി എന്ന് നോക്ക്. ഒരൊറ്റ ടൈപ്പ് പോളിനേഷൻ ആണെങ്കിലും ഒരു ടൈപ്പ് ഫ്ലവറെ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ ഒരൊറ്റ ഫ്ലവറിൽ നടക്കുന്ന പോളിനേഷൻ. ഇപ്പോൾ ഒരു ഫ്ലവർ എന്ന് പറയുമ്പം ഇവിടെയുള്ള ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് വരുന്നു. ഇതാണ് ഓട്ടോഗാമി. അതേസമയം ഗൈറ്റണോഗാമി അഥവാ ജീറ്റണോഗാമി എന്ന് പറയുന്നതോ ഇവിടെയും ഒരൊറ്റ പ്ലാന്റിലാണ് നടക്കുക. പക്ഷെ ഒരു പ്രത്യേകത, 2 വ്യത്യസ്തമായ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇപ്പൊ 2 ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ് ആണ്. ഇപ്പൊ 2 ഡിഫറെന്റ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പം ഏതാണ് എന്ന് നോക്കിയാലോ. യെസ്, ഇവിടെയും ഒരു ഫ്ലവർ, ഇവിടെയും ഒരു ഫ്ലവർ. അപ്പൊ ഈ ഫ്ലവറിലെ പോളൻ ഗ്രെയിൻസ് ഈ ഫ്ലവറിലേക്ക് വരികയാണ്. സോ ഇവിടെയാണ് ആന്തർ, ഇവിടെയാണ് സ്റ്റിഗ്മ. പോളൻ ഗ്രെയിൻസ് ഇങ്ങോട്ട് വരുന്നു. സോ 2 ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ് ആണ്. അതേസമയം സീനോഗാമിയോ 2 വ്യത്യസ്ത പ്ലാന്റ് ആണ്, 2 വ്യത്യസ്ത ഫ്ലവേഴ്സ് ആണ്. അപ്പൊ 2 ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിലെ പോളിനേഷൻ നടക്കുന്നതാണ് സീനോഗമി. ഓക്കെ, അല്ലോഗമി എന്നും വേണമെങ്കിൽ പറയാം. സോ ഇവിടെ ഈ ഫ്ലവർ എന്നുള്ള പോളൻ ഗ്രെയിൻസ് ഈ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് പോയി വീഴുകയാണ്. ഇത് ആന്തർ, ഇത് സ്റ്റിഗ്മ. അപ്പൊ 2ഉം നടക്കും. ഇത് ക്രോസ് പോളിനേഷൻ ആണ്. ഇത് എന്താ പ്രത്യേകത നോക്ക്, ഇത് 2ഉം സെൽഫ് പോളിനേഷൻ ആണ്. ഓട്ടോഗമി ഒരൊറ്റ ഫ്ലവറിൽ, ഗൈറ്റണോഗമി എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ്, സീനോഗമി എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് പ്ലാന്റ്സ് ആണ്. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓട്ടോഗമിയിൽ നമ്മൾ എങ്ങനെയാ പറയാം, പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ആന്തറിൽ നിന്നും സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. അതാണ് ഓട്ടോഗമി. ഈ ഓട്ടോഗമിയെ കുറിച്ച് പഠിക്കുമ്പം 2 ഫ്ലവേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഏതൊക്കെയാ 2 ഫ്ലവേഴ്സ് നമുക്ക് കാണാം. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സും ചാസ്മോഗാമസ് ഫ്ലവേഴ്സും. എന്താണ് ഇതിന്റെ ഡിഫറൻസ്, എന്താണ് ഇതിന്റെ പെക്യുലാരിറ്റി എന്ന് നോക്കണ്ടേ. യെസ്, നമുക്ക് ആദ്യം ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിന്റെ പെക്യുലാരിറ്റി നോക്കാം. അപ്പൊ ഞാനൊരു പ്ലാന്റ് കാണിച്ചിട്ടുണ്ട്. അതിൽ റൂട്ടിന്റെ പാർട്ടിൽ ക്ലീസ്റ്റോഗാമസും സാധാരണ ഏരിയാസിൽ ചാസ്മോഗാമസും കാണാം. അപ്പൊ ക്ലീസ്റ്റോഗാമസിന്റെയും അതേപോലെ ചാസ്മോഗാമസ് ഫ്ലവേഴ്സിന്റെയും പെക്യുലാരിറ്റി അറിയണം. അപ്പൊ ആദ്യം ഈ പ്ലാന്റ് ഏതാന്ന് അറിയണ്ടേ. ചില പ്ലാന്റ്സ് അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം. വയോള എന്ന് പറയുന്ന പ്ലാന്റ്, വയോള എന്ന് പറയുന്നത് നമ്മള് പാൻസി ചെടി എന്നാ വിളിക്കുക, കോമൺ പാൻസി. അപ്പൊ വയോള എന്ന പ്ലാന്റ്, ഓക്സാലിസ്
അതേപോലെ തന്നെ കൊമലിന. ഈ പ്ലാന്റ്സിലൊക്കെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, 2 ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെ? 2 ടൈപ്പ് ഫ്ലവേഴ്സ്. ഏതൊക്കെ ഈ 2 ടൈപ്പ്? ഒന്ന് ക്ലീസ്റ്റോഗ്യാമസും ഒന്ന് ചാസ്മോഗ്യാമസും ആണ്. ഈ കാണിച്ചിരിക്കുന്ന കൊമലിന എന്ന പ്ലാന്റിന്റെ ഒരു ഡയഗ്രമാറ്റിക് വ്യൂ ആണ്. ഈ പ്ലാന്റ് 2 ടൈപ്പ് പൂക്കൾ ഉണ്ടാവും. ഈ ക്ലീസ്റ്റോഗ്യാമസും ചാസ്മോഗ്യാമസും ഏതാ എന്ന് നോക്കണം. നമുക്ക് ആദ്യം ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കാം. നോക്കൂ മക്കളെ, ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ വിച്ച് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ, ഒരിക്കലും തുറക്കാത്ത പുഷ്പങ്ങൾ. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താ? ആന്ത്രും സ്റ്റിഗ്മയും ഒന്നിച്ചാണ്. അപ്പൊ അവിടെ ഓട്ടോഗമി മാത്രമല്ലേ നടക്കുള്ളൂ, സീനോഗമിയോ ക്രോസ് പോളിനേഷനോ നടക്കോ? ഇല്ല. ഇനി നമ്മൾ ചാസ്മോഗ്യാമസ് നോക്കിയാലോ. ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സിന്റെ പ്രത്യേകത എന്താ? ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സിന്റെ പ്രത്യേകത which are similar to flowers of other species with exposed anther and stigma. പുറത്തേക്ക് തുറന്നിരിക്കുന്ന ആന്തറും സ്റ്റിഗ്മയാണ്. ഇപ്പൊ 2 ടൈപ്പ് ഫ്ലവേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്ന് ക്ലീസ്റ്റോഗ്യാമസും ഒന്ന് ചാസ്മോഗ്യാമസും. ക്ലീസ്റ്റോഗ്യാമസ് ഒരിക്കലും തുറക്കില്ല, ഇപ്പൊ ചാസ്മോഗ്യാമസോ നേരത്തെ തുറക്കും. ഈ 2 പൂക്കളിലും ഓട്ടോഗാമിയെ നടക്കൂ. അതെന്താ റീസൺ ഒന്ന് നമുക്ക് നോക്കാം. ക്ലീസ്റ്റോഗ്യാമസ് ഒരിക്കലും ഓപ്പൺ ആവില്ല, അപ്പൊ പിന്നെ ഓട്ടോഗാമി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ചാസ്മോഗ്യാമസിന്റെ പ്രത്യേകത നേരത്തെ തുറക്കും, പക്ഷെ ഇത് തുറക്കുന്ന സമയത്ത് മറ്റു പൂക്കൾ ഓപ്പൺഡ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഫ്ലവറിൽ തന്നെ എന്ത് നടക്കുള്ളൂ? ഓട്ടോഗാമി നടക്കുള്ളൂ. സോ ഓട്ടോഗാമിയുടെ 2 ടൈപ്പാണ് ഈ ക്ലീസ്റ്റോഗ്യാമസും ചാസ്മോഗ്യാമസും. അങ്ങനെയാണെങ്കിൽ ക്ലീസ്റ്റോഗാമി മാത്രം എടുത്താലോ? ഓട്ടോഗാമി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടോ? ഒരിക്കലും ഇല്ല. ചാസ്മോഗ്യാമസ് നേരത്തെ തുറക്കുന്നതാണ്. ദർ ഇസ് എ ചാൻസ് പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ട്, പക്ഷെ ക്ലീസ്റ്റോഗ്യാമസ് ഒരിക്കലും തുറക്കുന്നില്ല. സോ ദേ നെവർ ഷോ ഓട്ടോഗാമി അല്ലാതെ വേറൊരു പോളിനേഷൻ കാണിക്കില്ല. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. നോക്കൂ, ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. നോക്കൂ, ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ആർ ഇൻവാരിയബിളി ഓട്ടോഗ്യാമസ്. കണ്ടോ? അസന്ദിഗ്ധമായി ഓട്ടോഗാമിയാണ്. There is no chance of cross pollen landing on the stigma. കണ്ടോ? There is no chance of cross pollen landing on the stigma. അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഗൈറ്റണോഗാമിയിലേക്ക് പോവാം. ഗൈറ്റണോഗാമിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഗൈറ്റണോഗാമിയില് when the pollen grains are transferred from anther of a flower to the stigma of another flower of the same plant ആണ്. ഇപ്പൊ 2 ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആണ്, സെയിം പ്ലാന്റ് ആണ്. അതാണ് ഗൈറ്റണോ അല്ലെങ്കിൽ ജീറ്റണോഗാമി എന്ന് പറയുന്നത്. ഇനി ക്രോസ് പോളിനേഷനെ കുറിച്ച് നോക്കിയാലോ. ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്, ഇതാണ് സീനോഗാമി. അത് ജെനറ്റിക് റീകോമ്പിനേഷൻ കൊണ്ടുവരും. ആസ് വെരി ഇമ്പോർട്ടന്റ്, ജെനറ്റിക് റീകോമ്പിനേഷൻ എന്ന് വെച്ചാൽ ജെനറ്റിക് വേരിയേഷൻ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. യെസ്, ഓഫ് കോഴ്സ്. നമുക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്. പോളിനേഷൻ ഇസ് എസെൻഷ്യൽ ഇൻ ആൻജിയോസ്പെർമിക് പ്ലാന്റ്സ്. പോളിനേഷൻ അത്യാവശ്യമാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഒന്നാമത്തെ കാരണം, ഇറ്റ് ഡിക്രീസസ് ദ ടൈം റിക്വയർഡ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷനുള്ള സമയം കുറയ്ക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക്, ബോത്ത് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ആർ നോൺ മോട്ടൈൽ ആണ്. ഇങ്ങനെ നോൺ മോട്ടൈൽ ആയതുകൊണ്ട് ദേ നീഡ് ടു ബ്രോട്ട് ടുഗദർ ഫോർ ഫെർട്ടിലൈസേഷൻ. രണ്ടും ആൻസർ എന്ന് പറയുന്നുണ്ട്, യൂസ്ലെസ് ആന്ന് പറയുന്നുണ്ട്. നമുക്ക് ഗോ ഫോർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ. ബി ഇസ് ദ റൈറ്റ് ആൻസർ. അതായത് മെയിലും ഫീമെയിൽ ഗമീറ്റ്സും മൂവ് ചെയ്യുന്നില്ല, അപ്പൊ പിന്നെ അവരെ ഫ്യൂസ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒന്നിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഓട്ടോഗമി റെഫേഴ്സ് ടു. ഓട്ടോഗമി എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ആണോ അതോ ഓഫ് ദ സെയിം ഫ്ലവർ ആണോ? ഒരു സംശയമില്ല, ഓട്ടോഗമി എന്ന് പറയുന്നത് സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ അല്ലേ? യെസ്. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഏത് ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് എഷോർഡ് സീഡ് സെറ്റ്, അതായത് വിത്തുകൾ ഉണ്ടാക്കും ഈവൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് പോളിനേറ്റേഴ്സ്. പോളിനേറ്റേഴ്സ് ഇല്ലെങ്കിലും അവർ സീഡ് ഉണ്ടാക്കും. ക്ലീസ്റ്റോഗ്യാമസ് അല്ലേ ഒരിക്കലും തുറക്കാത്ത പൂക്കൾ? അപ്പൊ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് അല്ലേ പോളിനേറ്റേഴ്സ് ഇല്ലെങ്കിലും സീഡ് ഉണ്ടാക്കുന്നത്? അവർ ക്ലോസ്ഡ് ആണ്, അപ്പൊ അവർക്ക് പോളിനേറ്റേഴ്സിന് ആവശ്യമില്ല. ഓക്കെ. യെസ്. വീണ്ടും നമുക്ക് നോക്കാം. പ്ലാന്റ്സ് വിച്ച് പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ഏതാ ഈ 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്? ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സും ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സും ഉണ്ടാക്കുന്നത് വയോളയുണ്ട്, ഓക്സാൽസ് ഉണ്ട്, കൊമലിനി ഉണ്ട്. അപ്പൊ ഡി അല്ലേ കറക്റ്റ് ആൻസർ? യെസ്.
വീണ്ടും നമുക്ക് നോക്കാം. ദ ഓൺലി ടൈപ്പ് ഓഫ് പോളിനേഷൻ ഡ്യൂറിങ് വിച്ച് പോളിനേഷൻ ബ്രിങ്സ് അബൌട്ട് ജനറ്റിക്കലി ഡിഫറെന്റ് ടൈപ്പ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഏതാ? അതൊരു സംശയമില്ല, അത് സീനോഗാമി അല്ലേ? യെസ്. അപ്പൊ പോളിനേഷൻ എന്താന്ന് കിട്ടി, പോളിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കിട്ടി. ഇനി നമുക്ക് ഏജന്റ്സ് ഓഫ് പോളിനേഷൻ നോക്കാം. പോളിനേഷനെ സഹായിക്കുന്ന ഏജന്റുകൾ ഏതെല്ലാം? അപ്പൊ നമ്മൾ പറയും രണ്ട് ടൈപ്പ് ഏജന്റ്സ് ആണ്. ഒന്ന് എബയോട്ടിക് ആയിട്ടുള്ള ഏജന്റ്സും ഉണ്ട്, അതുപോലെ ബയോട്ടിക് ആയിട്ടുള്ള ഏജന്റ്സും ഉണ്ട്. എബയോട്ടിക് ഏജന്റ്സ് ഏതൊക്കെയാണ്, ബയോട്ടിക് ഏജന്റ്സ് ഏതൊക്കെയാണ് എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഏറ്റവും കൂടുതൽ നോൺ ലിവിങ് ആയിട്ടുള്ള എബയോട്ടിക് ആണോ, ലിവിങ് ആയിട്ടുള്ള ബയോട്ടിക് ആണോ? ഒരു സംശയമില്ല. നമ്മൾ എബയോട്ടിക് എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രഹസ്യം, എബയോട്ടിക് എന്ന് പറയുമ്പം നമ്മൾ നോൺ ലിവിങ് ആണ് എന്ന് കൃത്യമായിട്ട് അറിയണം. ഓക്കെ. അതേപോലെ ബയോട്ടിക് എന്ന് പറയുമ്പോഴോ ബയോട്ടിക് ലിവിങ് ആണ് എന്ന് കൃത്യമായിട്ട് അറിയണം. കണ്ടോ? അപ്പൊ നോൺ ലിവിങ് എന്ന് പറയുമ്പോൾ എബയോട്ടിക്കും ലിവിങ് എന്ന് പറയുമ്പോൾ ബയോട്ടിക്കും ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ബയോട്ടിക് ഏജന്റ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. എബയോട്ടിക് ഏജന്റ്സിൽ മക്കളെ നോക്കൂ, വിൻഡില് ഗ്രാസ് ഉണ്ട്, കോൺ ചോളമുണ്ട്. വാട്ടറിന്റെ കേസിലും നോക്കൂ മക്കളെ, വാട്ടറിൽ വാലിസ്നേറിയ ഉണ്ട്, വാലിസ്നേറിയ. അതുപോലെ തന്നെ ഹൈഡ്രില്ല. സോസ്റ്ററ എന്ന് പറയുന്നത് കടൽ പുല്ല് എന്ന് വിളിക്കുന്ന കടലിൽ കാണുന്ന മെറൈൻ ഗ്രാസ് ആണ്. അപ്പൊ ഇതാണ് എബയോട്ടിക് ഏജന്റ്സിന്റെ. ഈ ബയോട്ടിക് ഏജന്റ്സിനെ നോക്കിയാലോ മക്കളെ, മെജോറിറ്റി നോക്കൂ മക്കളെ, മെജോറിറ്റി ഏതാ നോക്കാം, മെജോറിറ്റി ബയോട്ടിക് ഏജന്റ്സ് ആണ്. അതിൽ ഏതൊക്കെയാ നോക്ക്, തേനീച്ച, അതേപോലെ നമ്മുടെ പൂമ്പാറ്റകള്, നോക്ക് വണ്ടുകള്, കടന്നല്, ഇങ്ങനെ ഒരുപാട് പേര് പോളിനേറ്റിംഗ് ഏജന്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൽ മക്കളെ ഇൻസെക്ട്സില് പെർട്ടിക്കുലർലി ബി ആണ് ഡോമിനന്റ് പോളിനേറ്റിംഗ് ഏജന്റ്സ്. ഇൻസെക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ബയോട്ടിക് പോളിനേറ്റേഴ്സ്. അതിൽ തന്നെ ബി ആണ് മക്കളെ ഏറ്റവും കൂടുതൽ പോളിനേഷൻ നടത്തുന്നത്. ഇനി നമുക്ക് ഓരോ പോളിനേഷന്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കാം. ഏറ്റവും ആദ്യം വിൻ പോളിനേഷന്റെ സവിശേഷതകൾ നോക്കാം. ഈ കാണുന്ന പ്ലാന്റ് മെയ്സ് ആണ്, ചോളമാണ്. മെയ്സിന്റെ ഇൻഫ്ലോറസൻസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ആ മെയ്സിന്റെ ഇൻഫ്ലോറസൻസ് ടാസൽ എന്ന് വിളിക്കുന്ന ഈ ഇൻഫ്ലോറസൻസിൽ മക്കളെ പോളിനേഷൻ നടക്കുന്നത് വിൻഡാണ്. അപ്പൊ വിൻഡ് പോളിനേഷന്റെ പെക്യുലാരിറ്റിയിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് അവർ യൂണിസെക്ഷൽ ആയിരിക്കും. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, രണ്ടും ഉണ്ടെങ്കിൽ അവിടെ സെൽഫ് പോളിനേഷനിൽ നടക്കുക. യെസ്. രണ്ടാമത്തെ നോക്ക്, ദേ ആർ നെയ്തർ കളേർഡ് നോട്ട് ഷോയി, നിറമില്ല, മണമില്ല. അതുപോലെ ദേ ഡു നോട്ട് സെക്രീറ്റ് നെക്ടർ, തേനുമില്ല. നോക്ക്, ആന്തറും സ്റ്റിഗ്മയും പ്രൊജക്റ്റഡ് ഔട്ട്സൈഡ് ഓഫ് ദ ഫ്ലവർ, പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാ? വിൻഡ് വരുമ്പോഴേക്കും പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി, ലൈറ്റ്, വെയിറ്റ് കുറവാണ്. അതുപോലെ നോക്ക്, പോളൻ ഗ്രെയിൻസ് മേ ബി വിങ്ഡ് ആൻഡ് സ്റ്റിഗ്മ ഫെദറി. ചിറകുള്ള പോളൻ ഗ്രെയിൻസ് ആരുടെ പെക്യുലാരിറ്റിയാ? വിൻഡ് പോളിനേഷന്റെ പ്രത്യേകതയാ. സ്റ്റിഗ്മ ഫെദറി എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റിഗ്മ ഫെദറി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റിഗ്മയുടെ മുകളിൽ ഒരു പോളൻ ഗ്രെയിൻ വന്ന് വീണാൽ ഒരിക്കലും ആ പോളൻ ഗ്രെയിനിന് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം സ്റ്റിഗ്മയുടെ മുകളിൽ ഇങ്ങനെ ഹെയർസ് ഉണ്ടാവും. അതാണ് ഫെദറി. അപ്പൊ ഒരിക്കൽ പോളൻ ഗ്രെയിൻ വീണാൽ അത് അവിടെ ഫിക്സ്ഡ് ആയി, പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിനുണ്ട്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. മക്കളെ, വാട്ടർ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിന്റെ ഫീച്ചേഴ്സ് നോക്കുക. ഇസ് ലിമിറ്റഡ് ടു അബൌട്ട് 30 ജീനസ്. കണ്ടോ, ഏകദേശം 30 ജീനസുകളായിട്ട് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞില്ല. ലോവർ പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ വാട്ടർ ഇസ് എ റെഗുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ലോവർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പേംസിലൊക്കെ കൃത്യമായി മെയിൽ ഗമീറ്റ്സിന്റെ മൂവ്മെന്റ്, പ്രത്യേകിച്ച് ബ്രയോഫൈറ്റ്സിലൊക്കെ മെയിൽ ഗമീറ്റ് മൂവ് ചെയ്യണമെങ്കിൽ വാട്ടർ ഇസ് എ മസ്റ്റ്. ജിംനോസ്പേംസിൽ എത്തുമ്പോഴാണ് ചെറിയൊരു മാറ്റം വരുന്നത്. വീണ്ടും നോക്ക്, പോളൻ ഗ്രെയിൻസ് അങ്ങനെയുള്ള പ്ലാന്റ്സിൽ ലോങ് ആയിരിക്കും, അതേപോലെ റിബൺ ലൈക്ക് ആയിരിക്കും, ക്യാരിഡ് പാസീവ്ലി ഇൻസൈഡ് ദ വാട്ടർ. അപ്പൊ നീളമേറിയ പോളൻ ഗ്രെയിൻസ് വാട്ടർ പോളിനേഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഇനി നോക്ക്, മോസ്റ്റ് ഓഫ് ദ വാട്ടർ പോളിനേറ്റഡ് സ്പീഷീസ് പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം വെറ്റിംഗ്. നനഞ്ഞു പോവാതിരിക്കാനായിട്ട് ഒരു മ്യൂസിലേജിനസ് കവറിംഗ് ഉണ്ട്.
നനഞ്ഞു പോവാതിരിക്കാനായിട്ട് ഒരു മ്യൂസിലേജിനസ് കവറിംഗ് ഉണ്ട്. അപ്പൊ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, നനഞ്ഞു പോവാതിരിക്കാനായിട്ട്. ഇനി അതിൽ ഏറ്റവും വലിയ പെക്കുലാരിറ്റി നമ്മുടെ വാലിസ്നേറിയാണ്. ഈൽ ഗ്രാസ് എന്ന് വിളിക്കുന്ന വാലിസ്നേറിയനെ നോക്ക്. ഈ വാലിസ്നേറിയയില് പ്ലാന്റിനൊരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകതയാണ് പ്ലാന്റിനുള്ളത് എന്നറിയാമോ? അതായത് വാലിസ്നേറിയ ഡയീഷ്യസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. വാലിസ്നേറിയ ഡയീഷ്യസ് ആണ്. ഈ ഡയീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിലും ഫീമെയിലും വേറെ വേറെ ആയിട്ടാ കാണുക മക്കളെ. മെയിലും ഫീമെയിലും വേറെ വേറെ ആയിട്ടാണ് കാണുക. അതാണ് ഡയീഷ്യസ് കണ്ടീഷൻ. അപ്പൊ ഡയീഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുമ്പോൾ മെയിൽ പ്ലാന്റ് വേറെ, ഫീമെയിൽ പ്ലാന്റ് വേറെ ആയിരിക്കും. നോക്കു മക്കളെ, മെയിൽ ഫ്ലവർ നിങ്ങൾക്ക് കാണാം ദാ ഇവിടെ, ഫീമെയിൽ ഫ്ലവർ പിസ്റ്റിലേറ്റ് ഫ്ലവർ. അപ്പൊ എങ്ങനെയാ പോളിനേഷൻ നടക്കുന്നത്? മെയിൽ ഫ്ലവർ കുറച്ച് പ്രായമാവുമ്പം മുകളിലോട്ട് റിലീസ് ചെയ്യും. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം മെയിൽ ഫ്ലവർ വെള്ളത്തിന്റെ മുകളിലേക്ക് റിലീസ് ചെയ്യുന്നത് കാണാം. ഫീമെയിൽ ഫ്ലവർ എന്താ ചെയ്യുക? ഫീമെയിൽ ഫ്ലവർ അതിന്റെ നീളമേറിയ ടെൻട്രിൽ പോലെയുള്ള സ്റ്റോക്ക് ഉപയോഗിച്ച് വെള്ളത്തിന്റെ മുകളിലോട്ട് പോകും. കണ്ട, വെള്ളത്തിന്റെ മുകളിലോട്ട് പോകും. അങ്ങനെ മുകളിലോട്ട് പോയിട്ട് അവിടെ വെച്ച് മെയിൽ ഫ്ലവറിനെ സ്വീകരിക്കും. എന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് വെള്ളത്തിനടിയിലാണ്. സോ പോളിനേഷൻ നടക്കുന്നത് വെള്ളത്തിന്റെ മുകളിലും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് വെള്ളത്തിന്റെ അടിയിലും. അതാണ് വാലിസ്നേറിയയുടെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. വാലിസ്നേറിയയുടെ കേസിൽ ഒരു പ്രത്യേകതയുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. ദ ഫീമെയിൽ ഫ്ലവർ റീച്ച് ദ സർഫേസ് ഓഫ് ദ വാട്ടർ ബൈ ദ ലോങ് സ്റ്റോക്ക്. മെയിൽ ഫ്ലവറും പോളൻ ഗ്രെയിൻസും ആ സമയം കൊണ്ട് വെള്ളത്തിന്റെ സർഫേസിൽ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ദേ ആർ ക്യാരിഡ് പാസീവ്ലി ബൈ വാട്ടർ കറന്റ്സ്. അതിൽ ചിലത് ഫീമെയിൽ ഫ്ലവേഴ്സിന്റെ മുകളിലെത്തും, പോളിനേഷൻ നടക്കും, ആൻഡ് ദെൻ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. ഇതാണ് വാലിസ്നേറിയയുടെ പ്രത്യേകത. പക്ഷെ വെള്ളത്തിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സും വാട്ടർ തന്നെയാണ് പോളിനേറ്റ് ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. നമുക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ട്, അതൊന്ന് നോക്കാം. നമുക്ക് രണ്ട് പ്ലാന്റ്സിനെ കുറിച്ച് അറിയണം. ഒന്ന് വാട്ടർ ഹയാസിൻ, മലയാളത്തിൽ കുളവാഴ എന്ന് വിളിക്കും, വാട്ടർ ലില്ലി, ആമ്പൽ എന്ന് വിളിക്കും. ഇതിൽ എന്താ സംഭവിക്കാം? ഫ്ലവേഴ്സ് എമേർജ് എബവ് ദ ലെവൽ ഓഫ് ദ വാട്ടർ. വെള്ളത്തിന്റെ മുകളിലേക്കാണ് ആമ്പലും അതേപോലെ തന്നെ കുളവാഴയും ഒക്കെ നിൽക്കുന്നത്. പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്സോ വിൻഡോ ആവാം. പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്സോ വിൻഡോ ആവാം. അപ്പൊ വാട്ടർ അല്ല ഇതിൽ പോളിനേഷൻ നടക്കുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് പോളിനേഷനായി. നമുക്ക് ഇൻസെക്ട് പോളിനേഷൻ നോക്കാലോ. ഏറ്റവും കൂടുതൽ പോളിനേഷൻ നടക്കുന്നത് ഇൻസെക്ട്സ് അല്ലേ? അപ്പൊ ഇൻസെക്ട് പോളിനേഷനെ കുറിച്ച് അറിയണ്ടേ മക്കളെ? ഇൻസെക്ട് പോളിനേഷന്റെ പ്രത്യേകത, മെജോറിറ്റി ഓഫ് ദി ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ ലാർജ്, കളർഫുൾ, ഫ്രാഗ്രന്റ് ആൻഡ് റിച്ച് ഇൻ നെക്ടർ. നിറമുണ്ട്, മണമുണ്ട്, വലിപ്പം കൂടുതലുമാണ്. ഈ ഫ്ലവേഴ്സ് ചെറുതാണ് എന്ന് വിചാരിക്കുക, സ്മോൾ. എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസൻസ്. ഇതെല്ലാം കൂടെ കൂട്ടം കൂടി ഒരു ഇൻഫ്ലോറസൻസ് ആവും. മാത്രമല്ല മക്കളെ, ഫ്ലവേഴ്സ് പോളിനേറ്റഡ് ബൈ ഫ്ലൈസ് ആൻഡ് ബീറ്റിൽസ്. മക്കളെ, ഈ കീടങ്ങളും വണ്ടുകളും ഒക്കെ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ഒരു പ്രത്യേക തരം സ്മെല്ല്, ഫൗൾ ഓർഡർ എന്ന് വെച്ചാൽ വളരെ മോശം ഒരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. ആ മോശം സ്മെല്ല് കിട്ടിയിട്ട് ശേഷം ഈ ബീറ്റിൽസ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. മക്കളെ, അതേപോലെ ആനിമൽസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് റിവാർഡ്സ് കൊടുക്കും. അതിൽ ഏറ്റവും പ്രത്യേകം നോക്ക്, നെക്ടറും പോളൻ ഗ്രെയിൻസും ആണ് യൂഷ്വൽ ഫ്ലോറൽ റിവാർഡ്സ്. നെക്ടറും പോളൻ ഗ്രെയിൻസും ആണ് യൂഷ്വൽ ഫ്ലോറൽ റിവാർഡ്സ്. അപ്പൊ അത് മറക്കരുത് പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ചില കേസിൽ ഈ ഫ്ലോറൽ റിവാർഡ് സുരക്ഷിതമായി അതിന്റെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മുട്ടകൾ ഇടാൻ സഹായിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് മക്കളെ അമോർഫോഫാലസ്. ചേനയാണ് ഈ ചെടി. ഈ ചെടിയുടെ ഒരു പ്രത്യേകത 6 feet ആണ് അതിന്റെ പൂവിന്റെ ഉയരം. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഫ്ലോറൽ റിവാർഡ്സ് ആർ പ്രൊവൈഡിങ് സേഫ് പ്ലേസസ് ടു ലേഗ്സ്. മുട്ടകൾ ഇടാൻ സഹായിക്കും. അതേപോലൊരു റിലേഷൻഷിപ്പിന്റെ കഥ പറയുന്നതാണ്. നോക്ക്, മോത്തും യൂക്ക സ്പീഷീസും. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, യൂക്ക സ്പീഷീസിനെ പോളിനേറ്റ് ചെയ്യുന്നത് മോത്ത് മാത്രമാണ്, നിശാശലഭം. മോത്ത് അതിന്റെ മുട്ടകളെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് യൂക്ക ചെടിയുടെ ഓവറിയിലാണ്. അപ്പൊ യൂക്ക ചെടി ഉണ്ടെങ്കിലേ മോത്തിന് നിലനിൽപ്പുള്ളൂ.
മോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ യൂക്കാ ചെടിക്ക് നിലനിൽപ്പുള്ളൂ. സോ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എ സ്പീഷീസ് ഓഫ് മോത്ത് ആൻഡ് ദ പ്ലാന്റ് യൂക്ക. രണ്ടുപേരും അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നിലനിൽക്കണം. സോ ബോത്ത് കനോട്ട് കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ വിത്തൗട്ട് ഈച്ച് അതർ. Is it okay? ഇനി അത് മാത്രമല്ല, ആനിമൽസ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൽ ഒരു പ്രത്യേകതയുണ്ട്. ദ ബോഡി ഓഫ് ദ ആനിമൽ ഗെറ്റ്സ് എ കോട്ടിംഗ് ഓഫ് ദ പോളൻ ഗ്രെയിൻസ്. അപ്പൊ അതുകൊണ്ട് എന്താ പ്രത്യേകത? ജനറലി സ്റ്റിക്കിയാണ്. അപ്പൊ ആനിമൽസിന്റെ ശരീരത്തിൽ ഈ പോളൻ ഗ്രെയിൻസ് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആ മോസ്റ്റ്ലി സ്റ്റിക്കി ആയിരിക്കും. ഇനി ഒരു രഹസ്യം കൂടെ അറിയണം. പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ടാണല്ലോ നെക്ടറും പോളൻ ഗ്രെയിൻസ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ ചില ഇൻസെക്ട്സ് ചതിക്കാറുണ്ട്. പോളൻ ഗ്രെയിൻസ് ഒന്നുപോലും പോളിനേറ്റ് ചെയ്യാതെ, അതായത് നെക്ടർ മുഴുവൻ എടുത്തുകൊണ്ടുപോകും, ഒന്നുപോലും പോളിനേഷൻ നടത്തില്ല. അങ്ങനെയുള്ളവരെ പോളൻ അഥവാ നെക്ടർ റോബേഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ അവരുടെ പ്രത്യേകം നോക്ക്, ഇൻസെക്ട്സ് കൺസ്യൂം പോളൻ ഓർ ദ നെക്ടർ വിത്തൗട്ട് ബ്രിങ്ങിങ് പോളിനേഷൻ. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെക്ടർ റോബേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതുമായി ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നോക്കൂ, വാട്ടർ പോളിനേറ്റഡ് സ്പീഷീസിന്റെ പ്രത്യേകത എന്ത്? പോളൻ ഗ്രെയിൻസ് ലോങ് ആൻഡ് റിബൺ ലൈക്ക്. കറക്റ്റ് ആണ്. അടുത്ത് നോക്ക്, ഓൾ പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഗെറ്റിംഗ് വെറ്റ്. ദാറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. മക്കളെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഫ്ലവേഴ്സ് ആർ നോട്ട് കളർഫുൾ. കറക്റ്റ് ആണ്. കാരണം വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് അത്ര കളർഫുൾ അല്ല. ദെൻ ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ. എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഓൾ ആർ കറക്റ്റ് ആണ് മക്കളെ. വാട്ടർ പോളിനേറ്റ് ചെയ്യുന്നതിന്റെ കേസിൽ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. മക്കളെ, അടുത്ത് നോക്കൂ, വിൻഡ് പോളിനേഷൻ ഇസ് കോമൺലി ഫൗണ്ട് ഇൻ. മക്കളെ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രാസസ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. നമുക്ക് പോളിനേഷൻ ബൈ വാട്ടേഴ്സ്. വാട്ടർ പോളിനേഷന്റെ മറ്റൊരു പ്രത്യേകത നോക്ക്, റെയർ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. കറക്റ്റ് ആണ്. ലിമിറ്റഡ് ടു അബൌട്ട് 30 ജീനസ്. അതും കറക്റ്റ് ആണ്. മക്കളെ, മോസ്റ്റ് ഓഫ് ദ ജീനസ് ആർ മോണോകോട്സ്. അങ്ങനെയാണെങ്കിൽ ഓൾ ഓഫ് ദി അബവ് ആണ് ഇത്തവണ ആൻസർ വരിക. ഇതെല്ലാം കറക്റ്റ് ആണ്. ഇതെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് അതുമായി കണക്റ്റഡ് നോക്കുക. ദ റിവാർഡ് പ്രൊഡ്യൂസ് ബൈ പ്ലാന്റ്സ് ടു ദ ആനിമൽ വിസിറ്റേഴ്സ്. ഇപ്പൊ ആനിമൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിന്റെ ഫോർമുല കൊടുക്കുക? ഇപ്പൊ നമ്മൾ പറയും നെക്ടറും ഉണ്ട്, അതേപോലെ പോളൻ ഗ്രെയിൻ. സോ ബോത്ത് നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഇസ് ഇറ്റ് ഓക്കെ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പോവാണ്. യഥാർത്ഥത്തിൽ നേച്ചർ, പ്രകൃതിക്ക് ഇഷ്ടം സെൽഫ് പോളിനേഷൻ ആയിട്ടുള്ള ഓട്ടോഗാമിയോ ഗൈറ്റനോഗാമിയോ ആണോ അതോ ക്രോസ് പോളിനേഷൻ ആണോ? പ്രകൃതിക്ക് എപ്പോഴും ഇഷ്ടം ക്രോസ് പോളിനേഷൻ ആണ്. അപ്പൊ ക്രോസ് പോളിനേഷന് സഹായിക്കാൻ നേച്ചർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നറിയണം. അതാണ് മക്കളെ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. അപ്പൊ എന്താ ഈ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്നറിയണം. ഡിവൈസസ് ഫോർ ക്രോസ് പോളിനേഷൻ. നേച്ചർ എപ്പോഴും ക്രോസ് പോളിനേഷനെ സഹായിക്കുള്ളൂ. വൈ? ആ റീസൺ നമ്മൾ അറിയണം. പ്രകൃതിക്ക് ക്രോസ് പോളിനേഷൻ അത്യാവശ്യമാണ് ടു ബ്രിങ് അബൌട്ട് ജെനറ്റിക് വേരിയേഷൻ. ജനിതക വ്യതിയാനം, ജെനറ്റിക് റീകോമ്പിനേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ക്രോസ് പോളിനേഷൻ ഇസ് നെസസറി. സോ പ്രകൃതി എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നോക്കാം നമ്മൾ. ഡിവൈസസ് ഫോർ ക്രോസ് പോളിനേഷൻ. ഏറ്റവും ആദ്യം നോക്കുക, ആന്തറും സ്റ്റിഗ്മയും രണ്ടും രണ്ട് സമയത്തെ മെച്ചുർ ആവുള്ളൂ. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് സിൻക്രോണൈസ്ഡ്. ആന്തർ മെച്ചുർ ആവുമ്പോൾ സ്റ്റിഗ്മ മെച്ചുർ ആവില്ല, സ്റ്റിഗ്മ മെച്ചുർ ആവുമ്പോൾ ആന്തർ മെച്ചുർ ആവില്ല. സോ ദേ റിസപ്റ്റിവിറ്റി ഇസ് നോട്ട് സിൻക്രോണൈസ്ഡ്. രണ്ടാമത്തെ നോക്ക്, ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻസ്. രണ്ടും രണ്ട് പൊസിഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നാൽ സെൽഫ് പോളിനേഷൻ പ്രിവെന്റഡ് ആവും. ക്രോസ് പോളിനേഷൻ ആണ്, കാരണം അടുത്തടുത്ത് പോളിനേഷൻ നടക്കില്ല. മൂന്നാമത്തെ നോക്ക്, പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷണൽ ഫ്ലവേഴ്സ്, ഡൈക്ലൈനി എന്ന് വിളിക്കും. മെയിലോ ഫീമെയിലോ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ, അപ്പൊ ഒരിക്കലും സെൽഫ് പോളിനേഷൻ നടക്കില്ല. ദെൻ നെക്സ്റ്റ് ഗോസ് ടു സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. എന്താ ഈ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി? അതൊരു ജെനറ്റിക് മെക്കാനിസം ആണ്. അതേ പൂവിലെ പോളൻ ഗ്രെയിൻ അതേ പൂവിലെ സ്റ്റിഗ്മയിൽ ജെർമിനേറ്റ് ചെയ്യില്ല. ഓക്കെ, അത് വേറൊരു പൂവിൽ വീണാൽ ജെർമിനേറ്റ് ചെയ്യും. അപ്പൊ എന്താ ജെനറ്റിക് ഇൻകോമ്പാറ്റബിലിറ്റി അഥവാ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്താ നോക്ക്. അതൊരു ജെനറ്റിക് മെക്കാനിസം ആണ്. പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. അതേ പൂവിലെ പോളൻ ഗ്രെയിന് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ആൻഡ് ഫെർട്ടിലൈസിങ് ദ ഓവ്യൂൾ ബൈ ഇൻഹിബിറ്റിംഗ് പോളൻ ജെർമിനേഷൻ. അല്ലെങ്കിൽ അതേ പൂവിലാണെങ്കിൽ ആ പോളൻ ട്യൂബിന് വളരാൻ പറ്റില്ല. സോ ഇതാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. അപ്പൊ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം. ദ ഡിവൈസസ് ഡെവലപ്ഡ് ബൈ പ്ലാന്റ്സ് ടു ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ. ഇപ്പൊ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് നോക്ക്.
പോളൻ റിലീസ് ആൻഡ് റിസെപ്റ്റീവ് സ്റ്റിഗ്മ നോട്ട് സിങ്ക്രൈ. അപ്പൊ സിങ്ക്രോണൈസ്ഡ് അല്ല എന്ന് പറയാൻ കാരണം രണ്ടും രണ്ട് സമയത്ത് മെച്ചുർ ആവും. ഓക്കെ ആണോ? യെസ്. ഓക്കെ, അറ്റ് ഡിഫറെന്റ് ടൈംസ്. അടുത്ത നോക്ക്, ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻ. അതും കറക്റ്റ് അല്ലേ? വീണ്ടും നോക്ക്, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി, അതും കറക്റ്റ് അല്ലേ? അപ്പൊ ഓൾ ആർ കറക്റ്റ് അല്ലേ മക്കളൊക്കെ? ദ റൈറ്റ് ആൻസർ, യെസ്. വീണ്ടും അടുത്ത ചോദ്യം നോക്ക്, ഡൈഷ്യസ് കണ്ടീഷൻ ഇസ് ദ മെക്കാനിസം ഫോർ സം പ്ലാന്റ്സ്. ഡൈഷ്യസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൈഷ്യസ് കണ്ടീഷൻ എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും വേറെ വേറെ അല്ലേ കാണുക, വേറെ വേറെ ഫ്ലവേഴ്സിലായിട്ടല്ലേ കാണുക, വേറെ വേറെ ഫ്ലവേഴ്സിലാ. അപ്പൊ ഇവിടെ സെൽഫ് പോളിനേഷൻ ആണോ ക്രോസ് പോളിനേഷൻ ആണോ നടക്കുക? നോ ഡൗട്ട് പ്രൊമോട്ട്സ് ക്രോസ് പോളിനേഷൻ. ഓക്കെ, പ്രൊമോട്ട്സ് ക്രോസ് പോളിനേഷൻ. ഓക്കെ, ഇനി നോക്കൂ, കാസ്റ്റർ ആൻഡ് മെയ്സ് പ്ലാൻ. കാസ്റ്റർ ആൻഡ് മെയ്സ് പ്ലാൻ ഇതിന്റെ പ്രത്യേകത എന്താ? കാസ്റ്റർ ആൻഡ് മെയ്സ് പ്ലാൻ ഇവർ മൊണീഷ്യസ് ആണ്. മൊണീഷ്യസ് എന്ന് പറയുമ്പം എന്താ ഇതിന്റെ പ്രത്യേകത വരുന്നത്? മൊണീഷ്യസ് എന്ന് പറയുമ്പം മെയിലും ഫീമെയിലും സെയിം പ്ലാന്റിലായിരിക്കും. അതല്ലേ മക്കളെ മൊണീഷ്യസ് എന്ന് പറയുന്നത്? യെസ്. അപ്പൊ മൊണീഷ്യസ് സെയിം പ്ലാന്റിലാണെങ്കിൽ സെൽഫ് പോളിനേഷനേ ഉള്ളൂ. പക്ഷെ ഡൈഷ്യസ് ആണെങ്കിലാണ് സെപ്പറേറ്റ് ആയിട്ട് വരിക. നോക്കൂ, ഓട്ടോഗെമി ആൻഡ് ഗൈറ്റ്നോഗെമി ഇസ് ആബ്സെന്റ്. ഓട്ടോഗെമിയും ഗൈറ്റ്നോഗെമിയും, ഓട്ടോഗെമി എന്ന് പറയുന്നത് സെൽഫ് പോളിനേഷൻ ആണ്. അപ്പൊ സെൽഫ് പോളിനേഷൻ ഒരിക്കലും നടക്കാത്തൊരു പ്ലാന്റ് അത് പപ്പായയാണ്. അതെന്താ പപ്പായയിൽ നടക്കാത്തത്? അതിന്റെ കാരണം നമ്മൾ അറിയണം. ബിക്കോസ് പപ്പായ എന്ന് പറയുന്നത് എ ഡൈഷ്യസ് പ്ലാന്റ്, എ ഡൈഷ്യസ് പ്ലാന്റ്. അപ്പൊ ഡൈഷ്യസ് പ്ലാന്റില് ഒരിക്കലും എന്ത് നടക്കില്ല? ഡൈഷ്യസ് പ്ലാന്റില് ഓട്ടോഗെമി നടക്കില്ല എന്നുള്ള കാര്യം അറിയണം. ഓക്കെ, അപ്പൊ പപ്പായ ഇസ് എ ഡൈഷ്യസ് പ്ലാന്റ്. അപ്പൊ ഓട്ടോഗെമി ഒരിക്കലും പപ്പായയിൽ നടക്കില്ല. ഇസ് ഇറ്റ് ഓക്കെ? ഇനി നമ്മള് CUT എക്സാമിനേഷന് ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോളിനേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള 2023 CUTയിൽ ചോദിച്ചാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിന്റെ സവിശേഷതയേ അല്ല. ഏതാ? ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി, അത് ക്യാരക്ടറാണ്. വെൽ എക്സ്പോസ് സ്റ്റെമൻ ക്യാരക്ടറാണ്. ലാർജ് ആൻഡ് ഓഫൺ ഫെദറി സ്റ്റിഗ്മ നമ്മൾ പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ ഓഫൺ ഹാവ് മെനി ഓവ്യൂൾസ്. ഓക്കെ, അതൊരിക്കലും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ല. അതാണ് കറക്റ്റ് ആൻസർ. പിന്നെ എങ്ങനെയാ? സിംഗിൾ ഓവ്യൂൾ ആയിരിക്കും മക്കളെ, അത് സിംഗിൾ ഓവ്യൂൾ ആയിരിക്കും. വിൻഡ് പോളിനേറ്റ് ചെയ്യുന്നതിൽ എപ്പോഴും സിംഗിൾ ഓവ്യൂൾ ആയിരിക്കും. മെനി ഓവ്യൂൾ ഒരിക്കലും വരില്ല. ഓക്കെ, വീണ്ടും നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഈ മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്ക്. വിൻഡിന്റെ പോളിനേഷൻ കാണിക്കുന്നത് സോസ്റ്ററാണ്. അപ്പൊ A3 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, A3 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. സോറി, വിൻഡ് പോളിനേഷൻ ഗ്രാസ് ആണ്. അപ്പൊ A2 ആണ്. അപ്പൊ A2 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. കണ്ട, രണ്ട് ഓപ്ഷൻ ഉണ്ട്. അടുത്ത നോക്ക്, വാട്ടർ പോളിനേഷൻ ആണ് സോസ്റ്ററ. അപ്പൊ B3 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി അടുത്ത നോക്ക്, മേജർ ഇൻസെക്ട് പോളിനേറ്റർ ഏതാന്ന് ചോദിച്ചാൽ B ആണ്. അപ്പൊ C1 ആണ്. ടോളസ്റ്റ് ഫ്ലവർ അമോർഫോഫാലസ്, അപ്പൊ അത് കറക്റ്റ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു D. മക്കളെ വീണ്ടും അടുത്ത് നോക്കുക, യൂക്ക പ്ലാന്റ് ഷോസ്. യൂക്ക പ്ലാന്റ് കാണിക്കുന്നത് എന്താ? ഫ്ലവേഴ്സ് വിത്ത് നോൺ സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് ആണോ? ഫ്ലവേഴ്സ് വിത്ത് നോൺ സ്റ്റിക്കി ആണോ? ആണോ? യൂക്ക മോത്തുമായിട്ടുള്ള കണക്ഷൻ അല്ലേ? ഇതല്ല. വാട്ടർ പോളിനേഷൻ അല്ല. ലാർജ് ഫെദർ അല്ല. മോത്ത് ഇസ് ദ പാർട്ട്ണർ ടു കംപ്ലീറ്റ് ഇറ്റ് ലൈഫ് സൈക്കിൾ. അതല്ലേ യൂക്ക പ്ലാന്റ് മോത്തുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. 2022 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അക്വാട്ടിക് പ്ലാന്റ് ഷോയിങ് ഇൻസെക്ട് പോളിനേഷൻ. ഇൻസെക്ട് പോളിനേഷൻ കാണിക്കുന്നത് ഏതാ? കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ വെള്ളത്തിലുള്ള ചെടി. രണ്ട് പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാട്ടയാസിന്തും അതേപോലെ വാട്ടർ ലിലിയും. സോ D ഇസ് ദ റൈറ്റ് ചോയ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് പ്ലാന്റ്. ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവറിന്റെ ഫീച്ചറേ അല്ല. ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് ആണോ? അല്ല. ഫ്ലവേഴ്സ് ആർ ലാർജ് ആൻഡ് കളർഫുൾ, കറക്റ്റ്. പ്രസൻസ് ഓഫ് നെക്ടർ, ഫ്ലവേഴ്സ് വിത്ത് ഫ്രാഗ്രൻസ്. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു A is the right answer. A is the right answer. ശരിയല്ലേ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയാണ്. ഗ്രാസസ്, അത് പക്ഷെ അതിന്റെ വേറൊരു ടൈപ്പ് ആയിരുന്നു. ഇത്തവണ ചോദിച്ചത് ഗ്രാസ് ഏത് പോളിനേഷനാണ് കാണിക്കുന്നത്? അപ്പൊ കൃത്യമായി നമുക്കറിയണം വിൻഡ് പോളിനേഷൻ ആണ്. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആണ് 2022 ചോദിക്കുന്നത്?
എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ ആണോ മക്കളെ? യെസ്. സോ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു, ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. സോ ഈ ഒരു ഏരിയയിൽ നിന്നും ഏതെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. പോളിനേഷൻ നിങ്ങൾ പെർഫെക്റ്റ്ലി ഓക്കെ ആയി എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. പോളിനേഷൻ എന്താണ്, ഏജൻസ് ഓഫ് പോളിനേഷൻ എന്താണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു. സോ ഹോപ്പ് പോളിനേഷനുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡൗട്ടും ഇനി ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക്സ്.